ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും, മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായിൽ മായാ മനു ഉരുവിട്ടുമിരിക്കിൽ മായമാറും. ആത്മസാക്ഷാത്കാരത്തിന് പല വഴികളുണ്ട്. ഭിന്ന രുചിക്കാരായ മനുഷ്യർക്ക് യോജിച്ച വഴി തെരഞ്ഞെടുക്കാം. ഓരോ വഴിക്കും അതിന്റെ സാങ്കത്യമുണ്ട്. ഈ മനോഹരമായ പദ്യത്തിൽ ഗുരു 3 വഴികളെക്കുറിച്ച് പറയുന്നു. മഹേശ പൂജ ചെയ്യുന്നതിന് മനമലർ കൊയ്തെടുത്താകാം. മഹേശൻ എന്നതുകൊണ്ട് പരമാത്മാവ് എന്നാണ് ഗുരു വിവക്ഷിക്കുന്നത്. ആധ്യാത്മികമായ ഔന്നത്യം കൈവരിച്ച ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയാണ് ആദ്യത്തേത്. മനമലർ കൊയ്തെടുക്കുക. മനസ്സ് എന്നാൽ സങ്കല്പങ്ങളുടെയും വികല്പങ്ങളുടെയും ആകെ തുകയാണ്. നല്ലൊരു സാധകനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാകുകയില്ല. അദ്ദേഹം പരമമായ സത്യം എന്തെന്നും മനസ്സിലാക്കി ഈ മനമലരിനെ പൂർണ്ണമായും മഹേശന് സമർപ്പിക്കുന്നു. ശരിയായ ധ്യാനത്തിലൂടെ മാലിന്യങ്ങൾ അകന്ന മനസ്സ് അയാൾക്ക് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ആ സാധകന് സാക്ഷാത്കാരത്തിനായി മറ്റൊരു കർമ്മവും അനുഷ്ഠിക്കേണ്ടി വരില്ല. അയാളുടെ ധ്യാനം പൂർണ്ണമാണ്. എന്നാൽ ആ നില കൈവരിക്കാത്തവരായ സാധാരണക്കാർക്ക് ധ്യാനത്തിന്റെ വഴി എളുപ്പമല്ല. ചിന്തകൾ ഒഴിഞ്ഞ ഒരു മനസ്സ് ഉണ്ടാകുകയും ഇല്ല. അവർക്ക് ചെയ്യാവുന്ന കർമ്മം വനമലർ, മറ്റു പുഷ്പങ്ങൾ കൊണ്ട് മഹേശ പൂജ ചെയ്യുക എന്നതാണ്. ദേവാലയങ്ങളിലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിലും കാണപ്പെടുന്നത് ഇവരാണ്. ഇതുമല്ലെങ്കിൽ മറ്റൊരു മാർഗം കൂടി ഗുരു ഉപദേശിക്കുന്നു. മായാമനു ഉരുവിടുക, അതായത് മന്ത്രസാധന നടത്തുക. ജപത്തിലൂടെ നമുക്ക് ആത്മൈക്യം സാധിക്കാനാകും. നിരന്തര ജപം കൊണ്ട് മനസ്സിലെ ഭേദചിന്തകൾ അകലും. അതുവഴി നമുക്ക് സാക്ഷാത്കാരത്തിലേക്ക് എത്താനും ആകും. ആദ്യത്തേത് സൂക്ഷ്മസഞ്ചാരികളുടെ മാർഗമാണ്. യോഗികൾ, സന്യാസിമാർ എന്നിവരുടെ വഴി. അടുത്തവ രണ്ടും സ്ഥൂല സഞ്ചാരികൾക്ക് ഉള്ളവയാണ്. അതായത് ലോകവ്യവഹാരങ്ങളിൽ സംസാരാർണവത്തിൽ പുളച്ച് മറിയുന്നവർക്ക് ഉള്ളതാണ്. അവർക്ക് സൂക്ഷ്മ സഞ്ചാരം സാധ്യമാകില്ല. ലോകത്തെ മനസ്സിൽ നിന്നും ഇറക്കിവിട്ട് വിഷയചിന്തകൾ ഇല്ലാതാക്കിയുള്ള ധ്യാനം അവർക്ക് സാധ്യമല്ല. അവർ ചില ശാരീരിക കർമ്മങ്ങളെ കൂട്ടുപിടിക്കണം. അതിലാണ് പുഷ്പാരാധനയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും കടന്നുവരുന്നത്. ഈ വിധത്തിൽ ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ ആകുമെന്ന് ഗുരു ഉപദേശിക്കുന്നു.